നമസ്കാരം, എല്ലാവർക്കും എജ്യൂസ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോക്കിന്റെ ബേസിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഈ ക്ലോക്ക് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. 1 മിനിറ്റ് ഹാൻഡ് ടേൺസ് 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 6 ഡിഗ്രിയാണ്, 6 ഡിഗ്രിയാണ്. അപ്പൊ ഒന്നും കൂടെ മനസ്സിലായിക്കോട്ടെ. അപ്പോ ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് ടേൺസ് 6 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ പറയുന്ന മിനിറ്റ് ഹാൻഡ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം മിനിറ്റ് ഹാൻഡ് ആണ്, അവർ ഹാൻഡ് ആണ്. ഈ പറയുന്ന മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി ചരിയും എന്ന് ചോദിച്ചാൽ എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്, 6 ഡിഗ്രിയാണ്. അതേപോലെ നമ്മൾ എന്തും പറയും, അവർ ഹാൻഡിന്റെ കാര്യവും പറയും. ഇൻ 1 മിനിറ്റ് അവർ ഹാൻഡ് ടേൺസ് ഹാഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് അനങ്ങുമ്പോ അവർ ഹാൻഡ് എത്ര മിനിറ്റ് നീങ്ങുമെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? ഹാഫ് ഡിഗ്രിയാണ്, ഹാഫ് ഡിഗ്രിയാണ്. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു വരാം. ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി അനങ്ങും എന്ന് ചോദിച്ചാൽ അത് 6 ഡിഗ്രിയാണ്. മറന്നു പോരുത്. അപ്പൊ ഒരു മിനിറ്റിൽ നമുക്കറിയാം മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ അനങ്ങും അല്ലെ, ചെറുതായിട്ട് അനങ്ങും. അപ്പോ ചെറുതായിട്ട് അനങ്ങുമ്പോൾ അത് എത്ര ഡിഗ്രിയാണ് അനങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് 6 ഡിഗ്രിയാണ്. ഇനി അതേപോലെ ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് അനങ്ങുമ്പോൾ അതനുസരിച്ച് ആരും അനങ്ങും? അവർ ഹാൻഡ് അല്ലെ. ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ട് നീങ്ങുന്ന അനുസരിച്ച് അവർ ഹാൻഡും ചെറുതായിട്ടൊന്ന് അനങ്ങും അല്ലെ, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും. അത് എത്ര ഡിഗ്രി മൂവ് ചെയ്യുന്ന ചോദിച്ചാൽ അതെന്താണ്? ഹാഫ് ഡിഗ്രിയാണ്, ഹാഫ് ഡിഗ്രിയാണ്. ബേസിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ അത് 6 ഡിഗ്രിയാണ്. ഇനി ഒരു മിനിറ്റ് ആകുമ്പോ അവർ ഹാൻഡ് എന്തുമാത്രം നീങ്ങുമെന്ന് ചോദിച്ചാൽ അത് ഹാഫ് ഡിഗ്രിയാണ്, ഹാഫ് ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഇൻ 20 മിനിറ്റ്സ് ദ മിനിറ്റ് ഹാൻഡ് ടേൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞു നോക്കാം. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ്സ് ആവുമ്പോ മിനിറ്റ് ഹാൻഡ് എന്ത് മാത്രം നീങ്ങുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞു വരാമോ? പറഞ്ഞു വരാം. അപ്പോ ഇൻ 20 മിനിറ്റ്സ് ദ മിനിറ്റ് ഹാൻഡ് ടേൺസ് എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാമോ? നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ള എത്ര മിനിറ്റിന്റെ കാര്യമാ? 20 മിനിറ്റ്സിന്റെ കാര്യമല്ലേ? അല്ലെ? നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റില് മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രി തിരിയുമെങ്കിൽ 20 മിനിറ്റ്സിൽ എത്രയായിരിക്കും? സിമ്പിൾ. എത്രാന്ന് കിട്ടും? 20 into 6 നമുക്ക് പറയാം 120 ഡിഗ്രി എന്ന് പറയാം. 120 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലായിക്കൊള്ളേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഒരു മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി തിരിയുമായിരുന്നു? 6 ഡിഗ്രി ആണല്ലേ, 6 ഡിഗ്രിയാണ് തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും 20 മിനിറ്റ് ആകുമ്പോൾ 20 മിനിറ്റ്സിൽ എത്ര ഡിഗ്രി തിരിയുമായിരിക്കും? 20 into 6 എത്ര? 120 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. 120 ഡിഗ്രി സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞു നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ്സിന്റെ കാര്യം ചോദിച്ചാൽ നമ്മൾ അങ്ങനെ പറയും 15 into 6 അല്ലെ. 15 മിനിറ്റ്സിൽ മിനിറ്റ് ഹാൻഡ് എന്ത് മാത്രം തിരിയുമെന്ന് ചോദിച്ചാൽ 15 into 6 ചെയ്താൽ മതി. നമ്മുടെ ആൻസർ കിട്ടും 90 ഡിഗ്രി എന്ന് പറയാൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് അങ്ങ് മനസ്സിലായിക്കോളെ. അപ്പോ ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ്. അപ്പൊ 20 മിനിറ്റ്സിൽ എന്തായിരിക്കും? 20 into 6 നമുക്ക് കിട്ടും 120 ഡിഗ്രി. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അങ്ങ് മനസ്സിലാക്കിയിരിക്കണം. ഈ പറയുന്ന ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് അല്ലെ, ഈ പറയുന്ന 5 മിനിറ്റ് ഗ്യാപ്പ്, ഈ പറയുന്ന 5 മിനിറ്റ് ഗ്യാപ്പ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതും 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു മിനിറ്റിൽ നമ്മൾ 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ്സിൽ എത്രയായിരിക്കും? 5 into 6 എത്ര? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഒന്ന് കോമൺ ആയിട്ട് പറയുമ്പോൾ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പും എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെയാണ്. ക്വസ്റ്റ്യൻ,
വീണ്ടും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ 30 minutes അവർ ഹാൻഡ് ടേൺസ് ഹൗ മച്ച് എന്നാണ്. അപ്പോ 30 മിനിറ്റ് ആകുമ്പോൾ അവർ ഹാൻഡ് എന്ത് മാത്രം തിരിയുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓരോ മിനിറ്റിലും നമുക്കറിയാം അല്ലെ, ഓരോ മിനിറ്റിലും അവർ ഹാൻഡ് എത്ര എത്ര ഡിഗ്രിയാ തിരിയുന്നത്? അര ഡിഗ്രിയാണ് അല്ലെ, ഹാഫ് ഡിഗ്രിയാണ് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. അപ്പോ ഓരോ മിനിറ്റിലും മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ നമുക്കറിയാം 6 ഡിഗ്രിയാണ്. ഓരോ മിനിറ്റിലും അവർ ഹാൻഡ് എന്ത് മാത്രം തിരിയുമെന്ന് ചോദിച്ചാൽ ഹാഫ് ഡിഗ്രിയാണ്. സിമ്പിൾ. അപ്പൊ നമുക്ക് പറയാം 30 മിനിറ്റ്സ് അല്ലേ, 30 into ഹാഫ്. 30 into ഹാഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹൗ മച്ച് ഡിഗ്രി? 15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. 30 നമുക്ക് പറയാൻ പറ്റും. ഓരോ മിനിറ്റിലും അവർ ഹാൻഡ് അല്ലെ, ഇവിടെ ഓരോ മിനിറ്റിലും അവർ ഹാൻഡ് തിരിയുന്ന എത്രയാണ്? ഹാഫ് ഡിഗ്രിയാണ്. നമ്മുടെ ചോദ്യം എന്താണ്? 30 മിനിറ്റ്സ് ആകുമ്പോൾ എത്ര ഡിഗ്രി തിരിയും അല്ലെ? 30 മിനിറ്റ്സ് ആകുമ്പോൾ എത്ര ഡിഗ്രി തിരിയുമായിരിക്കും? 30 മിനിറ്റ്സ് ആകുമ്പോൾ 30യുടെ ഹാഫ് ആയിരിക്കും. എത്രയാണ്? 15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. Find out the angle between minute hand and hour hand when the time is 4 p.m. അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Find the angle between the minute hand and hour hand when the time is 4 p.m. ഓക്കെ, 4 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. 4 മണിയാകുമ്പോൾ ഈ പറയുന്ന മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയിൽ വരുന്ന ആംഗിൾ വാല്യൂ എത്ര എന്നാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ എത്ര മണിയാ പറഞ്ഞിരിക്കുന്നത്? 4 മണി എന്നല്ലേ. അതിനകത്ത് മിനിറ്റ് വാല്യൂസ് ഒന്നും പറയണ്ടില്ലല്ലോ. 4:10 എന്നോ 4:15 എന്നോ അല്ലെങ്കിൽ 4:25 അല്ലെങ്കിൽ 4:35 അങ്ങനെ ഇതിനകത്ത് മിനിറ്റ് വാല്യൂ ഇല്ല. ഒള്ളി എന്താണ്? അവർ വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് 4 മണിയാകുമ്പോൾ 4 PM ആകുമ്പോൾ അല്ലെങ്കിൽ 4 മണി 4 AM ആയിക്കോട്ടെ, 4 മണിയാകുമ്പോൾ മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ വാല്യൂ എത്ര എന്നാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മോഡലിനകത്ത് എന്ത് വരുന്നില്ല? മിനിറ്റ് വാല്യൂ പറയുന്നില്ല. മിനിറ്റ് വാല്യൂ ഇല്ല എങ്കിൽ ഈ ചോദിച്ചിട്ടുള്ള ടൈമിനെ 30 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ആൻസർ കിട്ടി 120 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് ഈ ഒരു മോഡൽ എങ്ങനെ മനസ്സിലാക്കണം? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്ത് കാണില്ല? മിനിറ്റ് വാല്യൂ ഇല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള ടൈമിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 30 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടി എത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ടൈം നമുക്ക് പറഞ്ഞു നോക്കാം. അങ്ങനെയാണെങ്കിൽ 3 o'clock ആകുമ്പോൾ 3 മണിയാകുമ്പോൾ എന്തായിരിക്കും? 3 into 30 അല്ലെ, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോ ഇൻ കേസ് 2 o'clock ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 2 into 30 എത്രയായിരിക്കും? 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 8 o'clock ആകുമ്പോൾ എന്ത് സംഭവിക്കായിരിക്കും? 8 into 30 ചെയ്താൽ മതി. 8 into 30 ചെയ്യുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടും? 240 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ വാല്യൂ, ക്ലോക്കിന്റെ ആംഗിൾ വാല്യൂ ഒരു കാരണവശാലും ഏതിനെക്കാട്ടിലും കൂടുതലായിരിക്കില്ല? 180 ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. അപ്പൊ ഒന്നും കൂടെ നമുക്കിവിടെ 8 o'clock പറഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് മിനിറ്റ് വാല്യൂ ഇല്ല. എന്ത് ചെയ്തു? 8 into 30 ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 240 എന്നാണ്. പക്ഷെ ഒരു കാരണവശാലും ക്ലോക്കിലെ ആംഗിൾ വാല്യൂ ആരെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. 180യെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. അപ്പൊ ഇൻ കേസ് എവിടെയെങ്കിലും 180യെക്കാട്ടിലും കൂടുതൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. അപ്പോ നമുക്ക് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180യെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പൊ ഇൻ കേസ് എവിടെയെങ്കിലും 180യെക്കാട്ടിലും കൂടുതൽ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എത്രയാണ്? 240 അല്ലേ. ആ കിട്ടിയ 240 നമ്മൾ എവിടെ സബ്ട്രാക്ട് ചെയ്ത് പറയുന്നു? 360യിൽ നിന്ന് 240 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? അപ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. മിനിറ്റ് വാല്യൂ ഇല്ലെങ്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 30 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന ആംഗിൾ വാല്യൂ കാണുന്ന ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നാലും, ഈ ഒരു ടൈപ്പ് അല്ല വേറെ ഏത് ടൈപ്പിലായിരുന്നാലും ആംഗിൾ വാല്യൂ ഒരിക്കലും ഏതിനെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. 180 ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. ഇൻ കേസ് 180 ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ അല്ലെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന ആംഗിൾ വാല്യൂനെ എവിടെ സബ്ട്രാക്ട് ചെയ്യും? 360യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് 8 o'clock വന്നപ്പോൾ നമ്മൾ 8 into 30 240 എന്ന് പറഞ്ഞ് ചെയ്തു. അത് എത്രയാണ്? 240 ആയതുകൊണ്ട് നമ്മൾ എവിടെ സബ്ട്രാക്ട് ചെയ്തു? 360യിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. നമുക്ക് കിട്ടി 120 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ?
യെസ്, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ തന്നെയാണ് 8 PM കാര്യം അല്ലെ. 8 PM കാര്യം നമ്മളിപ്പോ പറയുള്ളൂ അല്ലെ. ഇപ്പൊ ഇതിനകത്ത് എന്തില്ല, എന്ത് പറഞ്ഞിട്ടില്ല, മിനിറ്റ് വാല്യൂ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ടും 240 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ആൻസർ വരത്തില്ല. 180യെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, കിട്ടിയ ആൻസറിനെ 360 നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര എന്ന് പറഞ്ഞിട്ടും 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും ഓക്കെ അല്ലേ. അപ്പൊ നമ്മള് ഈ പറയുന്ന ഈ ഒരു പിക്ചർ നോക്കി നോക്കിയേ, 8 o'clock അല്ലെ. 8 o'clock ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 8 PM അല്ലെ. 8 മണിയാകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 240 അല്ലെ. ഈ 240 നമുക്ക് എവിടെ നിന്ന് കിട്ടി, ഇപ്പുറത്തെ ഈ സൈഡുള്ള ആംഗിൾ ആണ് എന്ത്, 240. നമുക്ക് ആവശ്യം സ്മോളസ്റ്റ് ആംഗിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 360 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ, ഈ ഒരു സ്മോളസ്റ്റ് ആംഗിൾ ആണ് നമുക്ക് ആവശ്യം. ഈ ഒരു ആംഗിൾ ആവശ്യം, അത് എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ അതെന്തായിരിക്കും, അതൊരു വലിയ ആംഗിൾ ആയിരിക്കും. നമ്മൾ നമ്മൾ അല്ലാതെ പറയാം, നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് റിഫ്ലക്സ് ആംഗിൾ എന്നൊക്കെ പറയും. 180യെക്കാളും കൂടിയ വാല്യൂസിനെ നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്നൊക്കെ പറയും. നമുക്ക് ആവശ്യം ചെറിയ ആംഗിൾ ആണ്. ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെറിയ ആംഗിൾ ആണ്, സ്മോളസ്റ്റ് ആംഗിൾ ആണ് നമുക്ക് ആവശ്യം. അപ്പോഴെന്ത് ചെയ്യണം, ഇപ്പൊ ഇൻ കേസ് 180യെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 360 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ള ചെറിയ ആംഗിൾ കിട്ടും. അത് എത്രയായിരിക്കും, 120 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ നമ്മൾ 7 o'clock ഈ പറയുന്ന 8 PM മാറിയിട്ട് 7 PM ആണെങ്കിൽ, 7 PM ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ 7 into 30 ചെയ്യുമ്പോൾ 7 into 30 ചെയ്യുമ്പോൾ നമുക്ക് 210 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആൻസർ ഒരു കാരണവശാലും വരില്ല. എപ്പോഴും ആംഗിൾ വാല്യൂ ആരെക്കാളും ചെറുതായിരിക്കണം, 180 ഡിഗ്രിയെക്കാളും ചെറുതായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 210നെ 360 നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 150 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും 150 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ.